2020 രാഷ്ട്രീയ പാർട്ടിയുടെ ആലുവ നിയോജക മണ്ഡലം ഓഫീസ് ആലുവ അത്താണിക്ക് സമീപം പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അതൊരു നന്മയുടെ രാഷ്ട്രീയമാണ്. അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇവിടെ നമ്മോടൊപ്പം കൂടിയിട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ കീഴിൽ ഉപജീവനം നടത്തുന്നവരല്ല. സ്വന്തമായി അവരുടേതായിട്ടുള്ള ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളത്. കാരണം ഈ സമൂഹത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ക്ഷേമം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് 2020 പാർട്ടിയുടെ ഏറ്റവും പ്രഥമ പരിഗണന. പലരും നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താ, നിങ്ങളുടെ ആശയം എന്താ, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ അല്ലെങ്കിൽ നമ്മളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. 30ഓളം കമ്മിറ്റികൾ നിലവിൽ വന്നാൽ നമ്മളുടെ പ്രസ്ഥാനം അത് മധ്യ കേരളത്തിൽ 2020യുടെ ഒരു വലിയ രീതിയിലുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളുടെ അത്താണിയിൽ നിന്നും എളവൂർ റോഡിൽ 200 മീറ്റർ മാറിയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 2020യുമായി ബന്ധപ്പെട്ട ആലുവ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നായിരിക്കും ഇനി ക്രമീകരിക്കുന്നത്. ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലി അധ്യക്ഷത വഹിച്ചു. 10 കൂടുതൽ വർഷങ്ങളായി കിഴക്കമ്പലം പഞ്ചായത്ത് മുതൽ അടുത്തുള്ള 4 പഞ്ചായത്തുകൾ അവിടെ നല്ല സൽഭരണം കാഴ്ചവെച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടായുസവും എല്ലാം മാറ്റി അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ 2020 ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ലീഡർ എന്ന് പറയുമ്പോൾ സാബു എം ജേക്കബ് സാറ്, അദ്ദേഹത്തെക്കുറിച്ചാണ് എനിക്ക് 2 വാക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും പല രാഷ്ട്രീയക്കാരിലൊക്കെ വന്ന ആൾക്കാരാണെന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടായ കാരണമാണ് നമുക്കെല്ലാവർക്കും ഒരു സന്തോഷ ദിനമായിട്ട് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ഭാഗ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ സന്തോഷമുള്ള ഒരു വലിയ സന്തോഷകരമായി പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാർട്ടിയുടെ ആളുകളാണ് നമ്മളെല്ലാവരും. തെളിയിച്ച പാർട്ടിയാണ് 2020. നമുക്കറിയാം, കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തിൽ ജനങ്ങളുടെ നികുതി കൊണ്ടാണ് നമ്മൾ അവിടെ എല്ലാ വികസന പ്രവർത്തനവും നടത്തിയ ശേഷം 23 കോടി രൂപയോളം മിച്ചം വെക്കാൻ കഴിയുന്നത്. ആ മിച്ചം വെക്കാൻ കഴിയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ കൈയിട്ട് വാരലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അഴിമതി ഒഴിവാക്കിയാൽ മതി. എല്ലാം എനിക്കിവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാവുന്നവർക്കറിയാം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവരുടെ ഈ പ്രതീക്ഷയുടെ മുമ്പിൽ മാത്രമാണ് ഞാൻ കൂടിയിരിക്കുന്നത്. ഞാൻ 2020യുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പക്ഷെ ഞാൻ മുമ്പിലും അല്ല പുറകിലും അല്ല, പുറകിലോട്ട് തുഴയുന്നുമില്ല, ഇങ്ങോട്ട് തന്നെ തുഴയണം, ഫുൾ ഇങ്ങോട്ട് വേണം. കാരണം എൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് രാഷ്ട്രീയ യാത്ര 2020യുടെ കൂടെ ആയിരിക്കും. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞാലും എനിക്ക് ഒരൊറ്റ തന്തയുള്ളു, ഞാൻ ഒരു പാർട്ടിയിലും ഉണ്ടാവില്ല. സാധാരണ സ്ഥാനം കിട്ടുമ്പോഴാണ് ആൾക്കാർ ചാടണം. അതുകൊണ്ട് അത് എടുത്തു പറയണം. ഇപ്പൊ ഗോപകുമാർ തന്നെ 28ഓളം നിയോജക മണ്ഡലം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരോട് ചർച്ചയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. 2020 ഭാരവാഹികളായ അഡ്വക്കേറ്റ് ചാർലി പോൾ, ബെന്നി ജോസഫ്, അഡ്വക്കേറ്റ് ബേബി പോൾ എന്നിവർ പ്രഭാഷണം നടത്തി. മണ്ഡലം ഭാരവാഹികളായ എം റൈജു, റജി പ്രകാശ്, സേവ്യർ ആന്റണി, PN സോമൻ, ജോയ് സെബാസ്റ്റ്യൻ, രാജീവ് ടി, ദാത്രി ബാലൻ, മേരി ഷാജു, ഷിബു സെബാസ്റ്റ്യൻ, സാജു പോൾ, സന്തോഷ് മാത്യു, കുര്യാക്കോസ് വൈദ്യൻ, അശോകൻ ടി എൻ, ഗ്രേസി വിൽസൺ, ഗ്രേസി ഇട്ടോപ്പ, ശോഭ ആർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആലുവ.